ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? രാത്രിയില് സ്തോത്രം. ഈ കൂട്ടായ്മകൾ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരണം. നമുക്കൊരു ചാർജിങ് സ്റ്റേഷനാണ്. ഒരു ഞായറാഴ്ച കഴിഞ്ഞിട്ട് പിറ്റേ ഞായറാഴ്ചക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഒരു കൂട്ടായ്മ സ്തോത്രം നമുക്കൊന്നും കൂടെ ആത്മീയമായിട്ട് വളരാനും നമുക്ക് ഒന്നും കൂടെ ആത്മീയതയിൽ ഒന്ന് സ്തോത്രം കയറി വരുവാനുമുള്ള ഒരു അവസ്ഥ സ്തോത്രം നമ്മളത് പ്രയോജനപ്പെടുത്തണം. നമ്മുടെ കർത്താവ് ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങൾ തരുന്നത് നമ്മളെ ഒന്നും കൂടെ ഒന്ന് പുറത്തു കൊണ്ടുവരുവാൻ. അപ്പോ സ്തോത്രം ഇന്ന് രാത്രിയില് ദൈവവചനത്തിൽ നിന്ന് നമുക്ക് സ്തോത്രം വായിക്കുവാനിടയായി തീർന്നു. സ്തോത്രം യാചിപ്പിൻ എന്നാൽ അന്വേഷിപ്പിൻ കണ്ടെത്തും, മുട്ടുവിൻ എന്നാൽ സ്തോത്രം നമ്മൾ ഒരു പ്രാവശ്യം കേട്ട ഒരു സ്തോത്രം വേദഭാഗമാണ്. പലപ്പോഴും നമ്മൾ ഇതിൽ നിന്ന് ചിന്തിച്ചിട്ടുണ്ട്, സ്തോത്രം കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. നമുക്ക് സ്തോത്രം മനഃപ്പാഠമാക്കി തീർക്കുവാൻ കഴിയുന്ന ഒരു ഭാഗമാണ്. സ്തോത്രം യാചിക്കുക. സ്തോത്രം ഒന്നാമത്തെ ഭാഗം പറയുകയാണ് യാചിക്കുക. എന്താണ് യാചന എന്ന് പറഞ്ഞാൽ? സ്തോത്രം യാചന എന്ന് പറഞ്ഞാൽ സ്തോത്രം നമ്മൾ യാചകരെ കണ്ടിട്ടുണ്ടല്ലേ ഇല്ലേ? നമ്മൾ സ്തോത്രം ടൗണിലേക്ക് പോകുമ്പോൾ അനേക യാചകരെ കണ്ടു. അവര് സ്തോത്രം വരുമ്പോൾ എങ്ങനെയാ നമ്മുടെ അടുത്തേക്ക് വരുന്നത്? നമുക്ക് അവരോട് ഒരു 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 അനുകമ്പ ഉണ്ടാവണം അല്ലേ? സ്തോത്രം ആ ഒരു വേഷത്തോടു കൂടിയാണ് അവർ വരുന്നത് അല്ലേ? സ്തോത്രം ആരെങ്കിലും നല്ല സൂട്ടും കൂട്ടും ഒക്കെ ധരിച്ച് എങ്ങനെ വന്നിട്ട് നമ്മൾക്ക് യാചിച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കും? ഇല്ല. സ്തോത്രം നമ്മൾ യാചിക്കുമ്പോൾ ആ യാചിക്കുന്ന വ്യക്തിയുടെ അടുക്കൽ എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ അദ്ദേഹത്തിന് മനസ്സിൽ ആ വ്യക്തിയോട്, യാചിക്കുന്ന വ്യക്തിയോട് മനസ്സലിവ് തോന്നണം. കഴിഞ്ഞ ചില നാളുകൾക്ക് മുമ്പ് കൊല്ലത്ത് ഞങ്ങളൊരു ആവശ്യമായിട്ട് കടന്നു പോയപ്പോൾ അവിടെ ബസ് സ്റ്റോപ്പിൽ നിന്നപ്പോൾ ഒരാൾ മാന്യമായിട്ടുള്ള ഒരു ഒക്കെ ധരിച്ച് കടന്നു വന്നിട്ട് ഞാൻ വണ്ടിക്കൂലി എടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എൻ്റെ അടുത്ത് വണ്ടിക്കൂലിക്ക് ഒരു 10 രൂപ തരണം, എനിക്ക് ഹോസ്പിറ്റലിൽ വരെ പോകാനാണെന്ന് പറഞ്ഞു പേടിക്കുവാനിടയായിരുന്നു. അദ്ദേഹത്തിനോടൊപ്പം ഞാൻ മാന്യമായിട്ടുള്ളൊരു വ്യക്തിയാണ്, പക്ഷേ പൈസ എടുക്കാൻ മറന്നു പോയതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഇതേപോലെ വേറെ ആളോട് ചോദിക്കുന്നത്. അപ്പോൾ മനസ്സിലായി ഇത് സ്തോത്രം യഥാർത്ഥത്തിലുള്ളതല്ലായിരുന്നു. പല രീതിയിൽ ആൾക്കാരെ കബളിപ്പിച്ച് യാചിച്ചുകൊണ്ട് കാര്യം സാധിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ സ്തോത്രം നമ്മുടെ ഉള്ളറിയുന്ന ദൈവത്തോടാ ഇവിടെ യാചിക്കണം. അപ്പൊ യാചിക്കുമ്പോൾ ദൈവത്തിന് നമ്മോട് മനസ്സലിവ് തോന്നിയില്ലെങ്കിൽ സ്തോത്രം ദൈവം നമുക്കൊരു കാര്യവും അപ്പോൾ ദൈവത്തിന് മനസ്സലിവ് തോന്നുന്നത് നമ്മുടെ ഉള്ളു അറിയുന്ന ദൈവത്തിന് ഉള്ളം നൊന്ത് ദൈവത്തോട് ചോദിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ യാചന ദൈവം അംഗീകരിക്കൂ. ഇല്ലാതെ മറ്റുള്ളവരുടെ മുമ്പിൽ അഭിനയിച്ച് കാണിക്കാവുന്നത് പോലെ ദൈവസന്നിധിയിൽ യാചിച്ചാൽ ഒരിക്കലും അപ്പോൾ ഇവിടെ പറയുകയാണ് യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും. അപ്പം നമ്മുടെ ഉള്ളതുപോലെ അറിയുന്ന ദൈവത്തിന്റെ അടുത്താണ് നമ്മൾ യാചിക്കുന്നത് എന്ന് നമ്മൾ മറന്നു പോകും. യാചിക്കുമ്പോൾ ലഭിക്കണമെങ്കിൽ സ്തോത്രം വേറൊരു കാര്യം കൂടെ അത് വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. സ്തോത്രം ഇവിടെ പറയുകയാണ് അതിന്റെ അതിന്റെ 13-ാമത്തെ 12-ാമത്തെ മനുഷ്യൻ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നു, നിങ്ങൾക്ക് അത് ചെയ്യണം. 11-ാം വാക്യം. അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക്
നന്മ എത്ര അധികം കൊടുക്കും. തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്ര അധികം കൊടുക്കും. ഹല്ലേലൂയ. അപ്പോൾ യാചിക്കുന്നവർക്ക് നന്മ കൊടുക്കണമെങ്കിൽ സ്തോത്രം നേരോടെ നടക്കണം. എന്നാൽ മാത്രമേ നന്മ ലഭിക്കുള്ളൂ. സ്തോത്രം സങ്കീർത്തന പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും, നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയും. ദൈവസന്നിധിയിൽ നേരോടെ അല്ല നടക്കുന്നതെങ്കിൽ നമുക്ക് ദൈവത്തിൽ നിന്ന് യാചിക്കുന്ന വിഷയം ലഭിക്കുവാൻ കഴിയത്തില്ല എന്നത് യാഥാർത്ഥ്യമാണ്. സ്തോത്രം നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് കടന്നു പോകുമ്പോൾ അവിടെ നമുക്ക് രണ്ടുപേരുടെ ആരാധന നമുക്ക് കാണുവാൻ കഴിയും. അവിടെ ഒരാളുടെ ആരാധനയിൽ ദൈവം പ്രസാദിച്ചു, ഒരാളുടെ ആരാധനയിൽ ദൈവം പ്രസാദിച്ചില്ല. കയീന്റെ ആരാധനയിൽ ദൈവം പ്രസാദിച്ചില്ല. സ്തോത്രം എന്തുകൊണ്ടാണ്? അവന്റെ ഉള്ള് അറിയുന്ന ഒരു ദൈവത്തോടാണ് അവർ ആരാധന കഴിച്ചത്. സ്തോത്രം അവിടെ അവന്റെ ഉള്ള് ശുദ്ധമല്ലായിരുന്നു. സ്തോത്രം നന്മ പ്രാപിക്കുവാൻ വേണ്ടി ഉള്ള ഒരു ക്വാളിഫിക്കേഷൻ അവന് ലഭിച്ചില്ല. കാരണം സ്തോത്രം ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്, നീ നന്മ ചെയ്യുന്നുവെങ്കിൽ ഞാൻ നിന്നിലും. സ്തോത്രം പലപ്പോഴും സ്തോത്രം നന്മ ചെയ്തു എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നന്മയുണ്ട് എങ്കിൽ മാത്രമേ യാചന ദൈവം കേൾക്കുകയുള്ളൂ. സ്തോത്രം ഇവിടെ കായനോടുള്ള ബന്ധത്തിൽ ദൈവം പറയുകയാ, നീ നന്മ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഞാൻ നിന്നിൽ പ്രസാദിക്കത്തില്ല. നമ്മുടെ ദൈവം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ നല്ലവണ്ണം അറിയുന്ന ദൈവമാണ്. സ്തോത്രം നമ്മൾ സ്തോത്രം മറ്റു മതത്തിന്റെ ആചാരങ്ങളിലേക്ക് നോക്കുമ്പോൾ സ്തോത്രം കഴിഞ്ഞ ഒരു ദിവസം ഒരു ചെറുപ്പക്കാരനുമായിട്ട് സംസാരിച്ചപ്പോൾ സ്തോത്രം അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്. സ്തോത്രം അദ്ദേഹത്തിന്റെ ഒരു കൂട്ടുകാരൻ കൈനവനായ കൂട്ടുകാരൻ സ്തോത്രം ഒരു സ്തോത്രം പൂവും ഒരു വെറ്റിലേക്ക് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യം നടക്കും. അത്രമാത്രം അവർക്ക് ചെയ്താൽ മതി. അവരുടെ ഉള്ളു ശുദ്ധമാവണമെന്നില്ല. സ്തോത്രം യാതൊന്നും സ്തോത്രം വേറെ ചെയ്യണമെന്നില്ല. ഇത് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ കാര്യം നടക്കുമെന്നാണ് അദ്ദേഹം പറയുവാനിടയായി തീർന്നത്. സ്തോത്രം സത്യദൈവം അങ്ങനെയല്ല. നമ്മുടെ ഉള്ളു നോക്കിയാൽ സ്തോത്രം നമുക്ക് എന്തെങ്കിലും കാര്യം നടത്തണമെങ്കിൽ അത് നീതിയുള്ളതാണോ എന്ന് ദൈവം നോക്കും. നീതിയോടെ പ്രാർത്ഥനയ്ക്ക് മാത്രമേ ദൈവം മറുപടി നൽകുകയുള്ളൂ. സ്തോത്രം നമുക്ക് വേദപുസ്തകത്തിലേക്ക് നോക്കുമ്പോൾ സ്തോത്രം മത്തായി സുവിശേഷം 12-ാം അധ്യായത്തിൽ ഒരു കനാന്യ സ്ത്രീയെ നമുക്ക് കാണുവാൻ കഴിയും. ആ കനാന്യ സ്ത്രീ യേശു കർത്താവിന്റെ അടുക്കലേക്ക് കടന്നു വന്നു. സ്തോത്രം കടന്നു വന്നിട്ട് അവനോട് പറയുകയാണ്, എന്റെ മകൾക്ക് ഭൂതത്തിന്റെ ഉപദ്രവം സ്തോത്രം ഉണ്ടായിരിക്കുന്നു, അതിനെ നീ വന്നു ഒന്ന് സൗഖ്യമാക്കണമെന്ന് പറഞ്ഞതായിട്ട് കഴിയും. സ്തോത്രം അവിടെ ആ സ്ത്രീ യേശു കർത്താവിന്റെ അടുക്കൽ കടന്നു വന്ന് അവനെ അസഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം ശിഷ്യന്മാര് സ്തോത്രം വല്ലാതെ മുഷിയുവാനിടയായി തോന്നുന്നു. യേശു കർത്താവ് സ്തോത്രം ഒന്നും പറയാതെ അവളെ മൈൻഡ് ചെയ്യാതെ നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ യാതനകളും പലപ്പോഴും ഇങ്ങനെയാണ്. സ്തോത്രം പലപ്പോഴും ദൈവം അത് മൈൻഡ് ചെയ്യാതെ പോകുന്ന അനുഭവം. സ്തോത്രം കാരണം സ്തോത്രം നമ്മിൽ നിന്ന് ദൈവം ചിലത് പ്രതീക്ഷിക്കുന്നുണ്ട്, ചില ക്വാളിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം ആ യേശു കർത്താവിന്റെ അടുക്കൽ കനാന്യ സ്ത്രീ ലജ്ജ കൂടാതെ സ്തോത്രം യാചിക്കുകയാണ്. സ്തോത്രം ഒന്നുകൂടെ പറഞ്ഞാൽ അവളുടെ വ്യക്തിത്വം പോലും ദൈവസന്നിധി അടിയറവ് വെച്ചിട്ട് സംസാരിക്കുകയാണ്. അവിടെ യേശു കർത്താവ് അവളെ ശാസിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണുവാൻ കഴിയും. സ്തോത്രം അവിടെ സ്തോത്രം ഒരു നായയുടെ സ്തോത്രത്തോട് ഉപമിച്ച് ആ സ്ത്രീയെ സ്തോത്രം പറയുന്ന ഒരു അനുഭവം പലപ്പോഴും ഞാനിങ്ങനെ വായിക്കുമ്പോൾ സ്തോത്രം അത്രമാത്രം തല താഴ്ത്തണമോ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ അവളിൽ സ്തോത്രം അവളുടെ വ്യക്തിത്വത്തിന് ഹാനി വന്നാലും എന്റെ വിടുതലാണ് എനിക്ക് മുഖ്യം, എന്റെ കുഞ്ഞിന്റെ വിടുതലാണ് എനിക്ക് മുഖ്യം എന്നുള്ള മനോഭാവത്തോടെ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ സ്തോത്രം യേശു കർത്താവ് അവളുടെ വിശ്വാസം കണ്ടിട്ട് അവളുടെ വിഷയത്തിൽ ഇടപെടുവാൻ സ്തോത്രം നമ്മൾ യാചിക്കുമ്പോൾ നമ്മുടെ വ്യക്തിത്വം എല്ലാം ദൈവസന്നിധിയിൽ സ്തോത്രം നമുക്ക് എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ
ഉണ്ട്, എനിക്ക് കിട്ടാൻ എല്ലാ ക്വാളിഫിക്കേഷനും ഉണ്ട് എന്ന് ദൈവത്തിന്റെ അടുത്ത് പറഞ്ഞാൽ അവൻ ദൈവം അത് മൈൻഡ് പോലും ചെയ്യത്തില്ല. അവൻ സ്തോത്രം മറിച്ച് അവൻ സ്തോത്രം എനിക്ക് ഒരു ക്വാളിഫിക്കേഷനും ഇല്ല എന്ന് ദൈവസന്നിധിയിൽ അടിയറവ് പറയുന്നവനെ ദൈവം ആദരിക്കുവാൻ. അവൻ സ്തോത്രം അവൻ ദൈവത്തിന് ദയ തോന്നണമെങ്കിൽ അവൻ സ്തോത്രം നമ്മളുടേതാണ് എന്ന് പറയുന്നത് ഒന്നും അവൻ യാചിച്ചാൽ അവൻ ലഭിക്കുവാനിടയായി തീരും. അവൻ അടുത്ത ഭാഗം പറയുകയാണ്, അവൻ അന്വേഷിച്ചാൽ കണ്ടെത്തും. ഹല്ലേലൂയ. അവൻ സ്തോത്രം അന്വേഷിച്ചാൽ കണ്ടെത്തും. അവൻ സ്തോത്രം അന്വേഷണം. ഹല്ലേലൂയ. അവൻ സ്തോത്രം പല കാര്യങ്ങളിലും നമ്മൾ അന്വേഷിക്കുന്നവരാണ്. അവൻ പുതിയ പുതിയ കാര്യങ്ങൾ അവൻ സ്തോത്രം നമ്മൾ അന്വേഷിക്കുന്നത് അല്ലേ? അവൻ സ്തോത്രം ഒരു കുഞ്ഞുങ്ങൾക്ക് ഒരു കോഴ്സ് പഠിക്കണമെങ്കിൽ ആ കോഴ്സ് അവൻ സ്തോത്രം നമുക്ക് അറിവില്ലാത്ത ഒരു കോഴ്സാണ്. അപ്പോൾ പരിചയമുള്ളവരുടെ അടുത്തൊക്കെ അത് പഠിച്ചിട്ടുള്ളവരുടെ അടുത്തൊക്കെ നമ്മൾ ചോദിക്കും അല്ലേ? അവൻ ചോദിച്ച് അതിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ ഫീസ്, അതിൻ്റെ അവൻ സ്തോത്രം താമസം ഉള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷമേ അവൻ സ്തോത്രത്തേക്ക് അവൻ നമ്മുടെ കുഞ്ഞുങ്ങളെ അയക്കാറുള്ളൂ. അവൻ സ്തോത്രം. അപ്പോൾ അന്വേഷണം ഇല്ല, അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളെ നമ്മൾ അന്വേഷിക്കണം. സ്തോത്രം. അവൻ ദൈവവചനത്തിൽ അറിവില്ലാത്ത കാര്യങ്ങൾ അവൻ നമ്മൾ അന്വേഷിക്കണം. അവൻ സ്തോത്രം. അവൻ ക്രിസ്തീയ മാർഗത്തിലും അവൻ സ്തോത്രം ദൈവസന്നിധി നടക്കേണ്ടതിന് ചില ക്രമങ്ങളും കാര്യങ്ങളും ഉണ്ട്. അവൻ സ്തോത്രം ചില ഉപദേശങ്ങളുണ്ട്. ഇത് അറിഞ്ഞില്ല എങ്കിൽ അവൻ സ്തോത്രം ഹല്ലേലൂയ നമ്മൾ പരാജയം സംഭവിച്ചു. അവൻ സ്തോത്രം ഇന്ത്യ രാജ്യത്തെ ഇന്ത്യയുടെ നിയമങ്ങളുണ്ട്. അവൻ സ്തോത്രം ഇന്ത്യയുടെ നിയമങ്ങൾ അനുസരിക്കാതെ അല്ലെങ്കിൽ അതിൽ അറിവില്ലാതെ നമ്മൾ അവൻ സ്തോത്രം അവൻ തോന്നിയതുപോലെ ചെയ്തു കഴിഞ്ഞാൽ അവൻ സ്തോത്രം നമുക്ക് ശിക്ഷ വരും. നമുക്ക് അവൻ സ്തോത്രം അതിനുള്ള അവൻ സ്തോത്രം നിയമ നടപടികൾ നേരിടേണ്ടി വരും അല്ലേ? അവൻ സ്തോത്രം നമ്മൾ ഓടിച്ചുകൊണ്ട് വന്ന വാഹനം ഒന്ന് ചിന്തിച്ചു നോക്കെ. അവൻ സ്തോത്രം ആ വാഹനത്തിന്റെ ഏത് സൈഡിലൂടെ സഞ്ചരിക്കണമെന്നും എങ്ങനെ ഓവർടേക്ക് ചെയ്യണമെന്നെല്ലാം അവൻ നിയമമുണ്ട്. അവൻ ആ നിയമം അനുസരിച്ചല്ല പോകുന്നതെങ്കിൽ അവൻ സ്തോത്രം നമുക്ക് അവൻ സ്തോത്രം സർക്കാരിൽ നിന്ന് യാതൊരു വിധമാകുന്ന അനുഭവം ലഭിക്കത്തില്ല. അവൻ സ്തോത്രം. അപ്പോൾ അന്വേഷണം ആവശ്യമാണ്. അവൻ സ്തോത്രം അവൻ പിശാച് ഇതുപോലെ അന്വേഷിക്കുന്ന ഒരു അനുഭവത്തെ കുറിച്ച് അവൻ സ്തോത്രം നമുക്ക് കാണുവാൻ കഴിയുമെന്ന് തന്റെ അവൻ സ്തോത്രം മത്തായി സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 43-ാമത്തെ വാക്യം. പിശാച് ദൈവ മക്കളെ കുറിച്ച് അല്ലെങ്കിൽ ഒരു മനുഷ്യനെ വിട്ട് പുറപ്പെട്ട ശേഷം നീരില്ലാത്ത സ്ഥലങ്ങളിൽ കൂടി തണുപ്പ് അന്വേഷിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നു, കണ്ടെത്തുന്നില്ലാതാനും. ഇവിടെ നമ്മൾ വായിച്ചത് പിശാച് അന്വേഷിക്കുക. എന്തു അന്വേഷിക്കുന്നത്? നീരില്ലാത്ത സ്ഥലം തണുപ്പ് അന്വേഷിച്ചുകൊണ്ട്. ഹലോ, എന്തോ അന്വേഷിച്ചുകൊണ്ടാ പോകുന്നത്? സ്തോത്രം. അപ്പൊ തണുപ്പുള്ളിടത്താണ് ആര് വസിക്കുന്നത്? പിശാച് വസിക്കുന്നത്. അപ്പോൾ സ്തോത്രം ദൈവ മക്കൾ തണുത്തിരുന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പിശാച് നമ്മുടെ അടുത്തുടിഞ്ഞ് വരവില്ലേ? നമ്മൾ വിളിച്ചില്ലെങ്കിലും വന്ന് സ്തോത്രം. നമുക്കറിയാം സ്തോത്രം ഒരു 10 ദ്രഹ്മ കളഞ്ഞു പോയ സ്തോത്രം ഒരു സ്ത്രീയുടെ കഥ നമുക്കറിയാം. സ്തോത്രം അവളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. സ്തോത്രം ആ നഷ്ടപ്പെട്ടത് നോക്കിയപ്പോ അത് നോക്കുവാൻ വേണ്ടി സ്തോത്രം അവൾ വിളക്ക് കത്തിക്കുവാനിടയായിട്ടുണ്ട്. അവൻ വിളക്ക് കത്തിച്ച് സ്തോത്രം നോക്കിയപ്പോഴാണ് എല്ലാം അലങ്കോലമായി കിടക്കുന്നത്. സ്തോത്രം ഇത് കണ്ടിട്ട് സ്തോത്രം ഇവള് അടുക്കി പറക്കുവാൻ തീരുമാനിച്ചു. സ്തോത്രം അങ്ങനെ അടുക്കി പറക്കി ചെന്നപ്പോഴാണ് അത് ലഭിക്കുവാനിടയായി. സ്തോത്രം. അപ്പോൾ അന്വേഷണം അവിടെയും ഉണ്ടാകുവാനിടയായി തോന്നുന്നു. ഇവിടെ സ്തോത്രം പിശാച് അന്വേഷിക്കുക എന്താണ്? സ്തോത്രം തനിക്ക് ഇരിക്കുവാൻ പറ്റുന്ന സ്ഥലമുണ്ടോ? അവൻ എവിടെ ഇരിക്കത്തുള്ളൂ? തണുപ്പുള്ളിടത്തേ ഇരിക്കത്തുള്ളൂ. അപ്പോൾ ദൈവ മക്കൾ നമ്മൾ സ്തോത്രം ചൂടായിരിക്കണം. നമ്മുടെ ഉള്ളിൽ ആത്മാവിന്റെ തീ കത്തണം. സ്തോത്രം ആത്മീകമാകുന്ന തീ നമ്മുടെ ഉള്ളിൽ കത്തിയില്ലായിരിക്കും. സ്തോത്രം നമ്മുടെ ഉള്ളിൽ ആത്മാവിന്റെ തീ അണഞ്ഞു പോയാൽ എന്താകും?
തണുപ്പാകും. ആ തണുപ്പത്ത് പിശാച് വന്ന് അവൻ കയറുവാനിടയായി തീരും. സ്തോത്രം. അതിന്റെ താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും, അവൻ സ്തോത്രം അവൻ കണ്ടിട്ട് തണുപ്പല്ല ഉള്ള സ്ഥലം കണ്ടിട്ട് ഒരു മനുഷ്യനിൽ നിന്ന് വിട്ടുപോയതാ. ആ മനുഷ്യനിലേക്ക് മടങ്ങി വന്ന് നോക്കിയപ്പോൾ അവൻ അടുക്കി പറക്കി എല്ലാം വെച്ചിരിക്കുക. പക്ഷെ അവിടെ അവൻ സ്തോത്രം തണുപ്പാണ്. അവൻ പോയി വേറെ 7 ആത്മാക്കളെ കൂടെ കൊണ്ടുവന്നു. സ്തോത്രം. അവൻ ശക്തിയേറിയ, അവനിലും ശക്തിയേറിയ 7 പേരെയും കൂടെ കൊണ്ടുവന്ന് 8 പേരുമായിട്ട് അവിടെ കയറി. ആ മനുഷ്യന്റെ സ്ഥിതി അവൻ പിന്നത്തേതിൽ സ്തോത്രം വഷളായി പോകുവാൻ സ്തോത്രം. ആ മനുഷ്യന്റെ പിന്നത്തെ സ്ഥിതി മുമ്പിലത്തേതിലും വല്ലാതെയാകും. ഈ ദുഷ്ടത തലമുറയ്ക്ക് അങ്ങനെ ഭവിക്കും. സ്തോത്രം. അപ്പോൾ സ്തോത്രം തണുപ്പുള്ള അവസ്ഥ മാറണം, ചൂടുള്ള അവസ്ഥയിൽ നാം കേറണം. സ്തോത്രം. നമ്മുടെ ആത്മാവിൽ ചൂടുള്ളവരായിട്ട് മാറണം. പരിശുദ്ധാത്മാവ് ചൂടുള്ള അവസ്ഥയാണ്. സ്തോത്രം. അഗ്നി നാവുകളാൽ അവർക്ക് പ്രത്യക്ഷമായി എന്നാണ് ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത്. സ്തോത്രം. അപ്പോൾ പരിശുദ്ധാത്മാവ് അഗ്നിയായി നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ സ്തോത്രം മറ്റൊരു സ്തോത്രം തണുപ്പ് അന്വേഷിച്ചു വരുന്ന പിശാചിന് നമ്മളിൽ വാസം ചെയ്യുവാൻ, നമ്മളുടെ ആധിപത്യം പുലർത്തുവാൻ കഴിയത്തില്ല. നമ്മുടെ ജീവിതത്തിൽ ചൂട് പിടിച്ച അനുഭവം ഉണ്ടാകട്ടെ. ആത്മാവിന്റെ ചൂടുള്ളവരായി തീരട്ടെ. ആത്മാവിന്റെ ചൂട് നമ്മുടെ ഉള്ളിൽ വസിച്ചാൽ സ്തോത്രം ഒരു ശത്രുവിനും എത്തി നോക്കുവാൻ പോലും കഴിയത്തില്ല. നമ്മുടെ അടുപ്പത്ത് സ്തോത്രം 2 ദിവസമായിട്ട് സ്തോത്രം നമ്മള് തീയൊന്നും പറ്റിക്കുന്നില്ല എങ്കിൽ അവിടെയൊക്കെ ഈശ വന്ന് കയറിയിരിക്കാനുള്ള സാധ്യത. സ്തോത്രം. എന്നാൽ സ്തോത്രം എപ്പോഴും തീ പറ്റിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഈശ വരുമോ? സ്തോത്രം. അതിന്റെ 7 അയലത്ത് പോലും വരത്തില്ല. സ്തോത്രം. അതുപോലെ സ്തോത്രം ദൈവത്തിന്റെ ആത്മാവിൽ നാം കത്തിക്കൊണ്ടിരിക്കണം. കത്തുമ്പോൾ സ്തോത്രം തണുപ്പന്വേഷിച്ചു വരുന്ന പൈശാചിക മേഖലകൾ അടുക്കാതെ വണ്ണം ആ തീ നമ്മെ സംരക്ഷിക്കുവാൻ സ്തോത്രം. ആ തീക്ക് സ്തോത്രം നമ്മുടെ ബന്ധനങ്ങളെ അഴിച്ചു മാറ്റും ശക്തിയുണ്ട്. നമുക്കറിയാം ശിംശോന്റെ കഥ. ശിംശോന്റെ ജീവിതത്തിൽ ഫെലിസ്ത്യരെ പേടിച്ച് സ്തോത്രം അവനെ സ്തോത്രം ഉറങ്ങിക്കിടന്നപ്പോൾ അവനെ കെട്ടുവാനിടയായി തോന്നി. സ്തോത്രം. ഫെലിസ്ത്യരെ സ്തോത്രം ഫെലിസ്ത്യരുടെ കയ്യിൽ ഏൽപ്പിക്കാൻ വേണ്ടി ശിംശോനെ കെട്ടുവാനിടയായി തോന്നുന്നു. സ്തോത്രം. ആ കെട്ടിയ കെട്ട് സ്തോത്രം ഫെലിസ്ത്യന്റെ കയ്യിൽ അകപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നു. ദൈവത്തിന്റെ ആത്മാവ് വന്നപ്പോൾ സ്തോത്രം ഒരു ചണം വെന്ത് മാറുന്നത് പോലെ പുതിയ കയറുകൾ സ്തോത്രം കത്തി മാറുവാനിടയായി തോന്നുന്നു. പരിശുദ്ധ ആത്മാവിന്റെ അഭിഷേകത്തിന് നമ്മുടെ ബന്ധനങ്ങളെ കരിച്ചു മാറ്റുവാനുള്ള ശക്തിയുണ്ട്. ഇന്ന് രാത്രിയിൽ നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന ആത്മാവ് തീയുടെ ആത്മാവാണ്. തീയുടെ ആത്മാവിന് ബന്ധനങ്ങളെ കരിച്ചു കളയുവാൻ തീമോഥെയോസിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. സ്തോത്രം. എന്റെ കൈവെപ്പിനാൽ നിനക്ക് ലഭിച്ച ദൈവകൃപ ജ്വലിപ്പിക്കണം. സ്തോത്രം. ജ്വലിപ്പിക്കണം. നാം ജ്വലിപ്പിച്ചു കഴിഞ്ഞാൽ കത്തുവാനിടയായി. സ്തോത്രം. ജ്വലിപ്പിച്ചാൽ സ്തോത്രം. ചെറിയ തീ മതി വലിയ കാട്.
യാക്കോബിന്റെ ലേഖനത്തിൽ സ്തോത്രം അതിനെ കുറിച്ച് പറയുന്നത് സ്തോത്രം നമ്മൾ യേശുവിന് പറയുന്ന കാര്യത്തെ കുറിച്ചാണ്. പക്ഷേ ഇവിടെ സ്തോത്രം ഞാൻ അതിനെ ഒന്ന് തിരിച്ച് പറയുകയാണ്. ദൈവ മക്കൾ ആരാധനയിൽ ജ്വലിപ്പിച്ചാൽ സ്തോത്രം വലിയ തീ കത്തുവാൻ. ദൈവജനം ആരാധനയിൽ സ്തോത്രം മുന്നേറുവാൻ തുടങ്ങുമ്പോൾ സ്തോത്രം അന്ധകാര മണ്ഡലങ്ങളിൽ വലിയ തീയായി മാറുവാൻ. കാലങ്ങളിലെ അപ്പച്ചന്മാരുടെയൊക്കെ സ്തോത്രം അവരൊക്കെ ജീവിച്ചിരുന്ന അനുഭവങ്ങളെ കുറിച്ച് കേൾക്കുവാനിടയായി തോന്നുന്നുണ്ട്. സ്തോത്രം ചില ഭൂതങ്ങൾ ബാധിച്ച വീട്ടിലേക്ക് അവർ കയറി വരുമ്പോൾ തന്നെ ഭൂതങ്ങൾ പറയും തീയായ ഒരുവൻ വരുന്നു. അതുകൊണ്ട് എനിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല. സ്തോത്രം ഞാൻ വിട്ടുപോകുകയാണെന്ന് പറയും. അവർ കാമ്പുണ്ടി കയറുന്നതിന് മുമ്പേ പിശാച് അപ്പോൾ അവർ വില കൊടുത്ത് ആത്മാവിന്റെ തീയെ കത്തിച്ചു. നാം വില കൊടുക്കുവാൻ തയ്യാറാണ്. നമ്മെ കണ്ട് പിശാച് അഴിഞ്ഞു മാറുവാനിടയായി തീരും. ഹല്ലേലൂയ. ആത്മാവിൽ കത്തുവാൻ തയ്യാറാണെങ്കിൽ ദൂരം നിന്ന് കാണുമ്പോഴേ പിശാച് അഴിഞ്ഞു മാറുവാനിടയായി. നമ്മൾ കൈവച്ചില്ല എങ്കിലും നമ്മൾ അതിനോട് ഒന്നും ചോദിച്ചില്ല എങ്കിലും അത് ഇങ്ങോട്ട് വന്ന് സംസാരിക്കും. യേശു ഗദരദേശത്തേക്ക് കടന്നു ചെന്നപ്പോൾ ഭൂതം ബാധിച്ച ഒരു വ്യക്തി കടന്നു ചെന്നിട്ട് എന്നെ സമയത്തിനു മുമ്പേ ദണ്ഡിപ്പിക്കരുത് എന്ന് എന്നെ പാതാളത്തിലേക്ക് പറഞ്ഞയക്കരുത് എന്ന് യേശു കർത്താവിനോട് ചോദിക്കുക. യേശു കടന്നു ചെന്നത് കണ്ടപ്പോൾ ഭൂതം ഇങ്ങോട്ട് വന്ന് പറയുക പന്നിക്കൂട്ടത്തിലേക്ക് അങ്ങനെയാണെങ്കിൽ ആത്മാവിൽ കത്തിയാൽ ആത്മാവിൽ കത്തിയാൽ നമ്മളെ കാണുമ്പോൾ തന്നെ വേണ്ട നമ്മളെ കാണുമ്പോൾ തന്നെ ശത്രുവാകുന്നവൻ അഴിഞ്ഞു മാറുവാൻ. ഒരു ശത്രുവിന് മറഞ്ഞിരിക്കുവാൻ സ്തോത്രം നടന്നു പോകുമ്പോൾ അവൻ നിഴൽ തട്ടുമ്പോൾ തന്നെ രോഗികൾ ഭൂതം ബാധിച്ചവർ സ്തോത്രം എല്ലാം സ്തോത്രം കൊണ്ട് എന്ന് കിടത്തുകയാണ്. അവന്റെ നിഴൽ തട്ടിയാൽ മതി രോഗികൾ സൗഖ്യമാകും. വിട്ടുമാറുവാനിടയായി തീരും. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രാപിച്ച അതേ ആത്മശക്തിയാണ് പൗലോസും പ്രാപിച്ചത്. പൗലോസ് അതിനെ ദിവസം പ്രതി ജ്വലിപ്പിച്ചു കൊണ്ടിരുന്നു. പൗലോസ് പല കാര്യങ്ങളിൽ ഒന്നും ഇടപെട്ടില്ല. ദൈവവചനത്തിൽ പറയുകയാണ് മേശമേലുള്ളവരെ ശുശ്രൂഷയ്ക്ക് വേണ്ടി കുറച്ചുപേരെ മാറ്റിയിട്ട് ഞങ്ങൾ ദൈവവചനത്തിലും പ്രാർത്ഥനയിലും ഉറ്റിരിക്കും. പത്രോസ് പ്രാർത്ഥനയിലും വചനത്തിലും ഉറ്റിരുന്ന് അതിനെ ജ്വലിപ്പിക്കുവാനിടയായി ചൊല്ലനത്തിങ്കൽ ദൈവ പ്രവൃത്തി വെളിപ്പെടുവാൻ. അങ്ങനെയാണെങ്കിൽ നാമും സ്തോത്രം ജ്വലിപ്പിക്കണം. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും ഒക്കെ നമുക്ക് വീട്ടിലിരുന്ന് ജ്വലിപ്പിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ ഇവിടെ വന്ന് നമുക്ക് ഒരുമിച്ച് നാം ജ്വലിപ്പിക്കുമ്പോൾ നമ്മെ തന്നെ ഒന്ന് നോക്കുവാനിടയായി തീരണം. ദൈവാത്മാവാണ് എന്നിൽ വസിക്കുന്നത്. വിശുദ്ധിയുടെ ആത്മാവാണ് എന്നിൽ വസിക്കുന്നത്. അശുദ്ധിയുടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മളൊന്ന് നോക്കുവാനിടയായി തീരണം. അങ്ങനെ നോക്കിയാൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ കഴിയും. നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ശുദ്ധീകരിക്കുവാനിടയായി തീരും.
ഹല്ലേലൂയ. ദൈവഹിതമില്ലാത്തതെല്ലാം അവൻ മാറ്റിക്കളയണം. ഹല്ലേലൂയ. അവൻ ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് വരുമ്പോൾ അവൻ സ്തോത്രം സകല സത്യത്തിലും വഴി നടത്തുവാൻ. സ്തോത്രം പാപത്തെ കുറിച്ചും നീതിയെ കുറിച്ചും ന്യായവിധിയെ കുറിച്ചും ഹല്ലേലൂയ. അവൻ അശുദ്ധമായത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ബോധ്യം വരുത്തി ഹല്ലേലൂയ അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചാൽ സ്തോത്രം നമുക്ക് ദൈവത്തോട് സ്തോത്രം അടുത്ത് ചെല്ലുവാൻ കഴിയും. ഹല്ലേലൂയ. സ്തോത്രം ഈ തീക്ക് സ്തോത്രം നമ്മെ പ്രൊട്ടക്ട് ചെയ്യുവാൻ, നമ്മളെ സൂക്ഷിക്കുവാനുള്ള ശക്തിയുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. നമുക്കറിയാം ഈ ലോകത്ത് അനേക തീകൾ ആടിപ്പടരുന്നുണ്ട്. അന്ധകാരത്തിന്റെ സ്തോത്രം പലവിധമാകുന്ന അഗ്നികൾ കത്തുന്നുണ്ട്. സ്തോത്രം. അതിന്റെ നടുവിൽ ദൈവജനത്തിന് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ തീ പ്രാപിച്ച ഒരുവന് സ്തോത്രം അതിന്റെ നടുവിൽ നിലനിൽക്കുവാൻ കഴിയും. സ്തോത്രം. ശത്രുക്കും മേശക്ക് അഭേദനവും എന്ന് പറയുന്ന സ്തോത്രം മൂന്ന് ബാലന്മാർ സ്തോത്രം അവർ ദൈവസന്നദ്ധിയിൽ ദൈവത്തിന്റെ തീയായി മാറുവാനിടയായി. അവർക്ക് പുറമെ തീ കാണിക്കുവാൻ കഴിഞ്ഞില്ല. സ്തോത്രം. പക്ഷേ അവരെ അകത്തൊരു തീ കത്തുന്നുണ്ടായിരുന്നു. സ്തോത്രം. ഈ ലോകത്തിന്റെ തീയിലേക്ക് അവരെ വലിച്ചെറിഞ്ഞപ്പോൾ അകത്തെ തീ അവർക്ക് സംരക്ഷണമായി നിന്നു. അകത്തെത്തി അവർക്ക് സംരക്ഷണം, പുറമേത്തിയുള്ള തീ അവരെ തൊടാതെ സംരക്ഷിക്കുവാൻ. എങ്ങനെയാണ് സ്തോത്രം ഇസ്രായേലിൽ നിന്ന് കടന്നു വരുമ്പോൾ അഗ്നിത്തൂണായിട്ട് അവർക്ക് ഇസ്രായേലർക്കും നടുവിൽ നിൽക്കുവാനിടയായി തീർന്നു. അവർ തങ്ങളോട് അടുക്കാതെ വണ്ണം. ഹല്ലേലൂയ. സ്തോത്രം. അതുപോലെ ഒരു തീയുടെ സംരക്ഷണം അവിടെ ഉണ്ടാകുവാനിടയായി. മുൾപടർപ്പ് കത്തുമ്പോൾ സ്തോത്രം ആ മുൾപടർപ്പിനെ നശിപ്പിക്കാതെ വണ്ണം അതിനെ നിലനിർത്തുന്ന ഒരു തീയായിട്ട് അതിൽ ഇറങ്ങുവാനിടയായി. അങ്ങനെയാണെങ്കിൽ സ്തോത്രം നമ്മെ സംരക്ഷിക്കുന്ന ഒരു തീയാണ് നമ്മുടെ പരിശുദ്ധ. മാത്രമല്ല നമ്മുടെ അശുദ്ധികളെ നീക്കം ചെയ്യുവാനും സ്തോത്രം ഈ നമ്മുടെ ബന്ധനങ്ങളെ നീക്കം ചെയ്യുവാനും ഈ തീക്ക് ശക്തിയുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. മോശയോട് പറഞ്ഞു നീ പർവ്വതത്തിലേക്ക് കയറി വരിക. സ്തോത്രം. അവിടെ തീയിൽ ദൈവം ഇറങ്ങുവാൻ. സ്തോത്രം. കത്തുന്നവനായിട്ട് മാറുവാനിടയായി. മോശ പിന്നീട് ഇറങ്ങി വരുന്നത് കണ്ടപ്പോൾ ഇസ്രായേൽ ജനത്തിന് മോശയെ നോക്കാൻ കഴിഞ്ഞില്ല. തേജസ് ഉള്ളവനായിട്ട്. സ്തോത്രം. ഹല്ലേലൂയ. മോശ ഒരു മൂടുപടമിട്ട് തന്നെ മറയ്ക്കുവാനിടയായി. തീയോട് കൂടെ വസിച്ചാൽ നാമും തീയായി മാറി. സ്തോത്രം. തീയോട് കൂടെ വസിച്ചാൽ ജ്വലിപ്പിക്കാൻ തയ്യാറായാൽ നാമും തീയായി മാറുവാൻ. തീയുടെ സ്തോത്രം ഒരു പ്രത്യേകതയാണ് പ്രകാശം കൊടുക്കുക. സ്തോത്രം. പ്രകാശം കൊടുക്കുക എന്നത്. സ്തോത്രം. യേശു കർത്താവ് പറഞ്ഞു ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. സ്തോത്രം. അത് യേശു കർത്താവ് ശിഷ്യന്മാരെ നോക്കി പറഞ്ഞു നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. അങ്ങനെയാണെങ്കിൽ സ്തോത്രം നമ്മൾ നമ്മുടെ പ്രദേശങ്ങളിലെ നമ്മുടെ ഭവനങ്ങളിലെ വെളിച്ചമായി മാറും. ഈ തീ ഉള്ളിലുണ്ടെങ്കിൽ പ്രകാശമായി മാറുവാനിട. ഈ തീ നമ്മുടെ വാവിലൂടെ വരുമ്പോൾ അനേകർക്ക് അത് പ്രകാശമായി മാറുവാൻ. സ്തോത്രം. യേശു കർത്താവ് ഗിരിപ്രഭാഷണത്തിൽ പറയുന്ന ഒരു ഭാഗത്ത് ഇങ്ങനെ പറയുന്നുണ്ട്. സ്തോത്രം. വിളക്ക് കത്തിച്ച് പറയും കീഴിലല്ല കണ്ണിന്മേൽ വെക്കണം. എന്നാൽ എല്ലാവർക്കും
പ്രകാശമായി കാണും. ആമേൻ. സ്തോത്രം. നമ്മുടെ ജീവിതം, നമ്മുടെ സംസാരങ്ങളൊക്കെ ആമേൻ മറ്റുള്ളവർക്ക് പ്രകാശമായി മാറണം. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. മറ്റുള്ളവർ ഇരുളിന്റെ അനുഭവത്തിൽ നീതിയിരിക്കുന്നവർക്ക് ആമേൻ സ്തോത്രം വലിയൊരു വെളിച്ചം ഉദിച്ചത് ആമേൻ അവർ അറിയുവാൻ തക്കവണ്ണം ആമേൻ അവരെ അറിയിക്കുന്ന പ്രകാശമായിട്ട് നാം മാറണം. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. സൂര്യൻ ആമേൻ കത്തിജ്വലിക്കുന്ന ഒരു ഗോളമാണ്. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ആ ഗോളം ആമേൻ. സ്തോത്രം. ആമേൻ ചന്ദ്രനെ പ്രകാശിപ്പിക്കുന്നു. ആമേൻ. സ്തോത്രം. ചന്ദ്രൻ സ്വയം പ്രകാശിക്കുന്നില്ല. ആമേൻ. സ്തോത്രം. മറിച്ച് ആമേൻ. സ്തോത്രം. ആമേൻ സൂര്യനിൽ നിന്ന് ആമേൻ. സ്തോത്രം പ്രകാശം സ്വീകരിച്ച് പ്രതിഫലിപ്പിക്കും. ഒരു കണ്ണാടിയുടെ ജോലി അതാണ് ചന്ദ്രൻ ചെയ്യുന്നത്. ആമേൻ. സ്തോത്രം. ആമേൻ. നമ്മളും ലോകത്തിന്റെ വെളിച്ചമായി മാറുന്നത് അതുപോലെയാണ്. ആമേൻ. ക്രിസ്തുവിന്റെ പ്രകാശം നമ്മിലേക്ക് വരുമ്പോൾ ആമേൻ നാം മറ്റുള്ളവർക്ക് പ്രകാശമായി മാറും. ആമേൻ. സ്തോത്രം. നാം കത്തി ജ്വലിക്കണമെങ്കിൽ ആമേൻ. സ്തോത്രം നാം അതിനു വേണ്ടി ദൈവസന്നിധിയിൽ ഇരുന്നു. അബ്ദുൽ കലാം ആമേൻ ഇങ്ങനെ ഒരു വാചകം പറയുവാനിടയായി തീർന്നു. ഒരുവന് ആമേൻ. സ്തോത്രം. ആമേൻ സൂര്യനെ പോലെ ജ്വലിക്കണമെങ്കിൽ ആമേൻ. സ്തോത്രം സൂര്യൻ കത്തുന്നത് പോലെ കത്തിയേ മതിയാവും. അങ്ങനെയാണെങ്കിൽ ആത്മാവിൽ നാം കത്തിയെങ്കിൽ മാത്രമേ ലോകത്തിന്റെ മുൻപിൽ ആമേൻ മറ്റുള്ളവർക്ക് പ്രകാശം കൊടുക്കൂ. മറ്റുള്ളവർക്ക് ആമേൻ. സ്തോത്രം. ആമേൻ. സ്തോത്രം നമ്മളെ തന്നെ ആമേൻ ദൈവത്തെ വെളിപ്പെടുത്തുവാൻ ആമേൻ സാധിക്കത്തുള്ളൂ. ആമേൻ. സ്തോത്രം. തണുപ്പ് അന്വേഷിച്ച് വരുന്ന ശത്രുവിനെ ആമേൻ. സ്തോത്രം തണുപ്പ് കാണിക്കാതെ ആമേൻ. സ്തോത്രം നമുക്ക് നിലനിർത്തുന്നത് ആ ആത്മീയരുടെ അഭിഷേകമാണ്. നാം പ്രാപിച്ച് അതിനെ ജ്വലിപ്പിക്കുന്നുവെങ്കിൽ ആമേൻ. തുടർന്നുള്ള നാളുകളിൽ ആമേൻ ശത്രുവാകുന്നവർ നമ്മുടെ ഏഴയിലത്ത് അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. അന്വേഷിക്കുന്നവനാ കണ്ടെത്തുന്നത്. ആമേൻ. സ്തോത്രം. നഷ്ടപ്പെട്ടു പോയത് ആമേൻ കണ്ടെടുത്ത ഒരു ആമേൻ. ആമേൻ. സ്തോത്രം. ഉപമ ആമേൻ നേരത്തെ ആമേൻ സൂചിപ്പിച്ചതുപോലെ ആമേൻ. സ്തോത്രം. ആമേൻ. ആ സ്ത്രീയിൽ നിന്ന് ഒന്ന് നഷ്ടപ്പെട്ടു. ആമേൻ. സ്തോത്രം. അത് അവൾ അടിച്ചു വാരി വിളക്ക് കത്തിച്ചു നോക്കി. ആമേൻ. സ്തോത്രം. അപ്പോൾ അത് കണ്ടു കിട്ടുവാനിടയായി. ആമേൻ. സ്തോത്രം. ആത്മീക ജീവിതത്തിൽ നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ട ആമേൻ ആത്മീക നന്മകൾ ആമേൻ. സ്തോത്രം നാം അന്വേഷിക്കുന്നവരായി മാറണം. ആമേൻ. സ്തോത്രം. ദൈവം അത് മടക്കി തരുവാൻ. ഒരുപക്ഷെ നമുക്ക് നഷ്ടപ്പെട്ടത് നമ്മുടെ സംസാരത്തിലൂടെ ആയിരിക്കാം. ഒരുപക്ഷെ നമ്മുടെ ആമേൻ. സ്തോത്രം ജീവിതത്തിൽ ആമേൻ. സ്തോത്രം പലവിധമാകുന്ന കോപങ്ങൾ കടന്നു വന്നിട്ട് ആമേൻ പ്രവൃത്തികളിലൂടെ ആമേൻ മറ്റു പല സാഹചര്യങ്ങളിലൂടെ ആത്മീക നന്മകൾ ആമേൻ നഷ്ടപ്പെട്ടു പോകും. ദേവദാസൻ എന്നോട് പറഞ്ഞത് ആമേൻ. സ്തോത്രം. ആമേൻ ഒരു കലത്തില് ആമേൻ. സ്തോത്രം. ആമേൻ വെള്ളം ശേഖരിച്ചു വെച്ച് ആമേൻ. സ്തോത്രം ആ വെള്ളത്തിൽ ആ കലത്തിന് ഊട്ടയുണ്ടെങ്കിൽ ആമേൻ. സ്തോത്രം ആമേൻ കുറേശ്ശെ ആയിട്ടത് ആമേൻ. സ്തോത്രം. ആമേൻ. സ്തോത്ര ഓട്ടകളെ നമ്മൾ അടയ്ക്കണം. എന്നാലേ ആ വെള്ളം അതിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മിൽ അഭിഷ്ടോത്രം നിലനിൽക്കണമെങ്കിൽ അഭിഷ്ടോത്രം ചില സാത്താന് കേറുവാൻ പഴുതുള്ള ചില ഓട്ടകൾ നമ്മൾ അടയ്ക്കണം. പിശാച് എപ്പോഴും നമ്മുടെ അടുത്ത് വന്നിട്ട് പറയും അഭിഷ്ടോത്രം എന്തെങ്കിലുമൊക്കെ പ്രതികരിക്കാം. ഇല്ലേ, നമ്മൾ കോപിക്കാത്ത ആളാണെങ്കിൽ പോലും അഭിഷ്ടോത്രം നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ അമ്മ മറ്റുള്ളവർ വന്ന് പറയപ്പെടുത്തേന് അഭിഷ്ടോത്രം കോപിക്കുവാനായിട്ട് നമുക്കൊരു ടെൻഡൻസി ഉണ്ടാകും. അഭിഷ്ടോത്രം. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ അഭിഷ്ടോത്രം കോപത്തിലൂടെ പിശാച് നമ്മളെ തോൽപ്പിക്കുവാനിടയായിത്തീരും. നിസ്സാര കാര്യങ്ങളാണ് പിശാച് നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നത്. അഭിഷ്ടോത്രം യേശുവിന്റെ അടുക്കൽ കടന്നു വന്നപ്പോൾ പിശാച് ചോദിച്ചു, അഭിഷ്ടോത്രം നിനക്ക് വിശക്കുന്നില്ലേ? കല്ല് എന്ന അപ്പമാവും പറഞ്ഞാട്ടെ. അഭിഷ്ടോത്രം നമ്മുടെ ആവശ്യമാണ് ആഹാരം. അഭിഷ്ടോത്രം യേശു കർത്താവിന് വിശന്നിരിക്കുകയാണ്. ഇപ്പൊ ആഹാരം തിന്നാൽ അവൻ കിട്ടിയ കൊള്ളാം എന്നുള്ള അനുഭവത്തിലായിരിക്കുന്നത്. ഇതേപോലെ പിശാച് വന്ന് നമ്മുടെ അടുത്തും അഭിഷ്ടോത്രം നേരിട്ട് പറയത്തില്ലെങ്കിലും അവൻ മറ്റുള്ളവരിലൂടെ പറയും. അഭിഷ്ടോത്രം നമ്മുടെ അടുത്ത സ്നേഹിതരിലൂടെ, നമ്മുടെ അഭിഷ്ടോത്രം വീട്ടിലുള്ളവരിലൂടെ പിശാച് ഇങ്ങനെ ഓരോന്ന് കുത്തികളൊക്കെ വിടും. നമ്മൾ അതിനെല്ലാം പ്രതികരിക്കാൻ പോയാൽ അഭിഷ്ടോത്രം നഷ്ടപ്പെടുന്നത് നമ്മുടെ ദൈവകൃപയാണ്. അതുകൊണ്ട് അതിനെ അഭിഷ്ടോത്രം ലഭിച്ചത് നഷ്ടമാകാതെ സൂക്ഷിക്കണം. നഷ്ടമായതിലുണ്ടെങ്കിൽ അന്വേഷിക്കണം.
അത് കണ്ടെത്തണം, മടക്കി പ്രാപിക്കണം. മുട്ടുവിൻ എന്നാൽ തുറക്കുവാനിടയായി. മുട്ടുവിൻ എന്നാൽ തുറക്കും. അമിസ്തോത്രം. യേശു കർത്താവ് അമിസ്തോത്രം ഒരു ഉപമ പറഞ്ഞ അമിസ്തോത്രം ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഒരു സഹോദരൻ അമിസ്തോത്രം, ഒരു സ്നേഹിതൻ ഒരുവന്റെ ഭവനത്തിലേക്ക് ചെല്ലുകയാണ്. ആ ഭവനത്തിലേക്ക് ചെല്ലുമ്പോൾ അമിസ്തോത്രം അവൻ വിശന്നാണ് കടന്നു വരുന്നത്. അവന് വിളമ്പി കൊടുക്കുവാൻ ഒന്നുമില്ല. അമിസ്തോത്രം ആ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ അവൻ വളരെ വിഷമിച്ചു. അടുത്തുള്ള തന്റെ ഒരു സ്നേഹിതന്റെ അടുക്കലേക്ക് കടന്നുപോയി. അമിസ്തോത്രം അവനോട് പറഞ്ഞു, അമിസ്തോത്രം എന്റെ വീട്ടിൽ ഒരു അതിഥി വന്നിട്ടുണ്ട്, എനിക്ക് അവൻ എന്തെങ്കിലും ആഹാരം കഴിക്കുവാൻ അവൻ കൊടുക്കണം, അതിന് അവൻ നിന്റെ പക്കൽ എന്തുണ്ട് അതെനിക്ക് തന്നെ മതിയാകൂ എന്ന് പറഞ്ഞു. അമിസ്തോത്രം അവൻ പറഞ്ഞു, അമിസ്തോത്രം ഞാൻ കിടന്നു, എന്റെ കുഞ്ഞുങ്ങളും എന്റെ അടുക്കൽ കിടക്കുന്നു എന്നൊക്കെ അവൻ ഒഴിവുകൾ പറയുവാനിടയായി. അമിസ്തോത്രം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ലജ്ജ കൂടാതെ മുട്ടുന്ന സ്നേഹിതന്റെ ആവശ്യത്തെ മനസ്സിലാക്കി വീണ്ടുമോളം അവന് കൊടുക്കുവാനിടയായി. അമിസ്തോത്രം നമ്മുടെ ദൈവം ലജ്ജ കൂടാതെ നാം മുട്ടിക്കൊണ്ടിരുന്ന നമ്മുടെ വിഷയങ്ങൾ ദൈവസന്നിധിയിൽ തകർന്ന ഹൃദയത്തോടെ, കുറുകിയ ഹൃദയത്തോടെ അമിസ്തോത്രം ലജ്ജ കൂടാതെ മുട്ടുവാൻ തയ്യാറാണെങ്കിൽ അമിസ്തോത്രം നമുക്ക് വേണ്ടുവോളം നൽകി തരുന്ന നമ്മളെ സ്നേഹിക്കുന്നവനായ, നമ്മളെ സ്നേഹിക്കുന്നവനായ നമ്മുടെ അരുമനാഥേ. ഹല്ലേലൂയ. ഒരമ്മ തന്റെ കുഞ്ഞിനെ മറക്കുമോ? അങ്ങനെ മറന്നാലും ഞാൻ നിങ്ങളെ മറക്കുകയില്ല എന്ന് വാഗ്ദത്തം മുട്ടുന്നവനെ അവൻ മറന്നു കളയുകയില്ല. ഒരു ഉപമയേശു കർത്താവ് ഇങ്ങനെ പറയുന്നു, അമിസ്തോത്രം ഒരു ന്യായാധിപൻ ഉണ്ടായിരുന്നു. ആ ന്യായാധിപൻ അമിസ്തോത്രം ഒരു വിധവിയുടെ വിഷയത്തിൽ അമിസ്തോത്രം ഒട്ടും താല്പര്യമില്ലായിരുന്നു. പക്ഷേ ലജ്ജ കൂടാതെ അവനെ അസഖ്യപ്പെടുത്തിയിരുന്നു. അമിസ്തോത്രം അവൾക്ക് വേണ്ടി അവൻ പ്രതിക്രിയ ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പിതാവായ ദൈവത്തോട് നമ്മൾ യേശു കർത്താവിനോട് നാം ചോദിച്ചാൽ അമിസ്തോത്രം നന്മ എത്രയധികം അവൻ നമുക്ക് വേണ്ടി ചില വാതിലുകൾ തുറക്കുക. കയ്യിലുള്ളവൻ അവൻ അടച്ചാൽ അത് തുറക്കുവതാര്, അവൻ തുറന്നാൽ അത് അടയ്ക്കുവതാര്. അവൻ നിന്റെ വിഷയത്തിനുള്ള വഴിയുടെ വാതിൽ തുറക്കുവാനുള്ള താക്കോൽ അവന്റെ കയ്യിലുണ്ട്, അവന്റെ കയ്യിലുണ്ട്. അവൻ നീ മുട്ടിയാൽ നിന്റെ വിഷയത്തിന് മറുപടി പുതിയ വഴിയെ തുറന്നു. കടലിന്റെ പാതയെ ജംഗൽ ചൂളയോടെ അനുഭവമാക്കി മാറ്റി. മുന്നങ്ങിയ നിലത്തുകൂടെ അവർ യാത്ര ചെയ്യുവാൻ ചെങ്കടലിൽ മുൻപിൽ വന്നു നിന്ന മോശയ്ക്ക് അറിയത്തില്ല എവിടെയാണ് വഴി തുറക്കുന്നതെന്ന്, ഏത് മേഖലയിലാണ് വഴി തുറക്കുന്നതെന്ന്, ഏത്
അവസരത്തിലാണ്. എങ്ങനെയാണ് സ്തോത്രം ഇസ്രായേൽ ജനത്തെ സ്തോത്രം എന്നോട് നിലവിളിക്കുകയാ, ഞങ്ങളെ കൊല്ലുവാൻ വേണ്ടിയാണ് നീ ഇവിടെ കൊണ്ടുവന്നതെന്ന് നിലവിളിക്കുമ്പോ മോശയ്ക്ക് അറിയത്തില്ല എങ്ങനെയാണ് ഇവരെ മുൻപോട്ട് നയിക്കേണ്ടതെന്ന്. എന്നാൽ ചെങ്കടലിലും വാതില് തുറക്കുവാൻ ദൈവത്തിന് താക്കോലുണ്ട്. നീ പ്രതീക്ഷിക്കുന്നിടത്ത് നിനക്ക് ലഭിച്ചില്ല എന്ന് വരാ, നീ പ്രതീക്ഷിക്കുന്നിടത്ത് നിനക്ക് വാതിൽ അടയപ്പെട്ടെന്ന് വരാ. നിനക്ക് വേണ്ടി പുതുവാതിലുകളെ തുറക്കുവാൻ നാം മുട്ടുന്നുവെങ്കിൽ, അന്വേഷിക്കുന്നുവെങ്കിൽ, യാചിക്കുന്നുവെങ്കിൽ നമുക്ക് നന്മ എത്രയധികം തരും. നന്മ എന്നിവിടെ പറയുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവിനെ എത്രയധികം തരുമെന്ന്. ഭൗതിക നന്മ മാത്രമല്ല, ആത്മീക നന്മയും അതിനകത്ത്. ആത്മീക നന്മയും എത്ര അധികം തരും. അത് പ്രാപിച്ചുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ നിലനിൽക്കാം. അതിനായി ദൈവം നമ്മളെ സഹായിക്കട്ടെ പറഞ്ഞുകൊണ്ട് വാക്കുകൾക്ക് വിരാമിടുന്നു. ദൈവം നമ്മളെ ധാരാളമേ നന്ദി പറഞ്ഞാൽ